നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രയുടെ കഥയാണ് ഇന്ന്. ഞാൻ മാത്രമല്ല, കൺമണിയും ലീവ് കഴിഞ്ഞ് കോയമ്പത്തൂർ പോകുന്നുണ്ട്. രാവിലെ 5:30 ഫസ്റ്റ് ബസ്സിനാണ് അവള് പോയത്. അങ്ങനെ കൺമണിയെ ബസ് കയറ്റി വിട്ട് വീടെത്തി ഒന്ന് ചായ കുടിക്കുമ്പോഴേക്കും കൃഷ്ണപ്പൻ കിണർ കുത്തുന്ന പരിപാടിയിലാണ്. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ഇനി ഒരു കിണറാവാന്ന് വിചാരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചോറും ചിക്കനും ആണേ. അങ്ങനെ ഫുഡും കഴിച്ച് കൃഷ്ണപ്പനും അമ്മയ്ക്കും ഓരോ ടാറ്റയും കൊടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറിന്റെ യാത്രയുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അച്ചു പുതിയ ജോലിക്ക് കയറിയതിനാൽ തന്നെ സൂരജാണ് എന്നെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടത്. ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നത്. 65 രൂപയുടെ ടിക്കറ്റാണ് കോഴിക്കോട്ടേക്ക്. ടിക്കറ്റ് എടുത്ത് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഇന്റർസിറ്റി എത്തി. എന്നും പറയുന്ന പോലെ മനുഷ്യന്റെ കുട്ടിയില്ലാത്ത ട്രെയിനിൽ ഒറ്റയ്ക്കൊരു ബോഗിയിൽ തന്നെ നമുക്ക് സീറ്റ് കിട്ടി. കോഴിക്കോട്ടേക്ക് 1.5 മണിക്കൂറിന്റെ യാത്രയുള്ളതിനാൽ തന്നെ ഇന്നത്തെ പരിപാടി +1 മെറ്റീരിയൽ കറക്ഷൻ ആണ്. അങ്ങനെ കറക്ഷനൊക്കെ തീർത്ത് ഒരു 1:30 ആകുമ്പോഴേക്കും കോഴിക്കോട് എത്തി. അവിടെ ഞാൻ ഓൾറെഡി പാർക്ക് ചെയ്ത് എൻ്റെ ബൈക്കും എടുത്ത് വീട്ടിലോട്ട്. വീട്ടിൽ എൻ്റെ വരവും കാത്ത് കുഞ്ഞു നിൽപ്പുണ്ടായിരുന്നു.